കഥ ആസക്തിക്കും വിരക്തിക്കും ഇടയിൽ. രചന അവതരണം റംല എം ഇക്ബാൽ. കഥ ആസക്തിക്കും വിരക്തിക്കും ഇടയിൽ. അന്ന് ഒരു തിങ്കളാഴ്ചയായിരുന്നു. സമയം രാവിലെ ഏകദേശം 7:45. സാമൂഹ്യ മാധ്യമമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ക്ലബ് ഹൗസിലെ സ്വരാജ് ട്രൂത്ത് ന്യൂസ് എന്ന വാർത്താവായന റൂമിൽ പതിവ് പോലെ പത്രവാർത്തകൾ വലിയ ഇടവേളകൾ ഇല്ലാതെ തുടർന്നുകൊണ്ടിരുന്നു. ആ സമയത്തെ വാർത്താവായന രേഖാജിയുടേതായിരുന്നു. മധ്യവയസ്കയായ അവർ മാതൃഭൂമി പത്രത്തിലെ വാർത്തകൾ മികച്ച ഭാഷാശുദ്ധിയോടെയും തന്മയത്വത്തോടെയും അവതരിപ്പിക്കുന്നതിനാൽ ശ്രോതാക്കളുടെ എണ്ണം എപ്പോഴും കൂടുതലുമായിരുന്നു. കാഴ്ചശക്തിയില്ലാത്ത ധാരാളം പേർ വാർത്ത കേൾക്കാൻ വരുന്നത് രേഖാജി എപ്പോഴും എടുത്തു പറയുകയും ചെയ്യും. സ്വന്തം നാടായ കൊച്ചിയെ സംബന്ധിച്ച വാർത്തകൾ വായിക്കുമ്പോൾ അവർക്കുള്ള ചെറിയ ആവേശം ശ്രദ്ധയിൽപ്പെടുമായിരുന്നു. അത് ചൂണ്ടിക്കാട്ടി കളിയാക്കാറുണ്ടായിരുന്നവരിൽ ഒരാളായിരുന്നു ചന്ദ്രിക ദിനപത്രം വായിക്കുന്ന, വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഊർജ്ജസ്വലനായ കോഴിക്കോട്ടുകാരൻ ഖലീൽ റഹ്മാൻ. ക്ഷമിക്കണം രേഖാജി, ഒരു ഫ്ലാഷ് ന്യൂസ് നൽകാനുണ്ട്. രേഖാജിയുടെ വായനയുടെ ഒഴുക്ക് മുറിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തകൾ പങ്കുവയ്ക്കാറുള്ള വിനോദ് പേരാമ്പ്ര ഗുജറാത്തിൽ നിന്ന് അല്പം വേവലാതി കലർന്ന ശബ്ദത്തിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തു. ആ ശബ്ദത്തിലെ വിറയിൽ കേട്ടപ്പോൾ കാര്യം സീരിയസ് ആണെന്ന് എല്ലാവർക്കും തോന്നി. രേഖാജി ആകാംക്ഷയോടെ "എന്തുപറ്റി വിനോദ് ജി?" എന്ന് ചോദിച്ച് മറുപടിക്കായി കാത്തിരുന്നു. ഏതാനും സെക്കൻഡുകൾ വിനോദ് ഒന്നും പറഞ്ഞില്ല. പിന്നീട് പതിഞ്ഞ ശബ്ദത്തിൽ തുടർന്നു. "നമുക്കേവർക്കും ഏറെ വിഷമം നൽകുന്നതും ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത്. ഇന്നലെ വരെ മാധ്യമം ദിനപത്രത്തിലെ വാർത്തകൾ നമുക്കായി വായിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മീര എസ് മാധവ് അല്പസമയം മുമ്പ് മരണപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഇവിടെ അറിയിക്കുന്നതാണ്. ഈ വാർത്ത എനിക്ക് പങ്കുവെക്കേണ്ടി വന്നതിൽ ഞാൻ അതിലേറെ ദുഃഖിക്കുന്നു. രേഖാജി, ഇനി നിങ്ങൾക്ക് തുടരാം." ആ വാക്കുകളോടെ റൂമിൽ ഒരു നിശബ്ദത പടർന്നു. ആരും മൈക്ക് തുറന്നില്ല. ഏകദേശം 1 മിനിറ്റിന് ശേഷം രേഖാജിയുടെ ശബ്ദം മുറിഞ്ഞു കേട്ടു. "വിനോദ് ജി, ഇത് സത്യമായ വാർത്തയാണോ? എനിക്ക് എന്ത് പറയണമെന്ന് തന്നെ അറിയുന്നില്ല. ഇന്നലെ വൈകിട്ട് ഞാൻ മീരയോട് സംസാരിച്ചിരുന്നു. വളരെ കൂളായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഇപ്പോൾ ഈ വാർത്ത വിശ്വസിക്കാൻ കഴിയുന്നില്ല. വയ്യ, എന്നെക്കൊണ്ട് ഇന്നിനി വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മറ്റാരെങ്കിലും തുടരൂ പ്ലീസ്." അവർ മൈക്ക് മ്യൂട്ട് ചെയ്തു. അന്നത്തെ ഔദ്യോഗിക മോഡറേറ്റർ അല്ലായിരുന്നിട്ടും സിയ അൻവർ ഉടനെ ഇടപെട്ടു. "പ്രിയപ്പെട്ടവരെ, രേഖാജിയെപ്പോലെ തന്നെ നമ്മളിൽ പലർക്കും ഏറെ പ്രിയപ്പെട്ട സുഹൃത്താണ് മീര എസ് മാധവ്. ഏകദേശം 50 വയസ്സിനോടടുത്ത ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ അവരുടെ അപ്രതീക്ഷിത വിയോഗം നമ്മളെ ഒക്കെ തളർത്തുന്നതാണ്. ഈ മനസ്ഥിതിയിൽ പൂർണ്ണ ശ്രദ്ധയോടെ വാർത്തകൾ തുടരാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനാൽ ഇന്നത്തെ വാർത്താവായന ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് മീരയെ അനുസ്മരിക്കാം. ഈ അവിശ്വസനീയ വാർത്തയെക്കുറിച്ച് ശാന്തമായി ഒന്നിച്ച് സംസാരിക്കാം." സിയ അൻവർ പറഞ്ഞു നിർത്തി. ഇത്രയും വേദനയുള്ള നിമിഷത്തിലും ഇത്ര ശാന്തമായി ഉറപ്പോടെ സംസാരിക്കാൻ സിയ അൻവറിന് എങ്ങനെ കഴിയുന്നു എന്ന ചിന്തയാണ് STN റൂമിലെ കുട്ടിത്തം മാറാത്ത 30-കാരിയായ തിരുവനന്തപുരം സ്വദേശി മെഹ്റുബാനുവിനെ അത്ഭുതപ്പെടുത്തിയത്. "ഇത്തയെ സമ്മതിക്കണം. എങ്ങനെ പറ്റുന്നു ഇത്തയ്ക്ക് ഇങ്ങനെ സംയമനത്തോടെ സംസാരിക്കാൻ?" അവൾ തൻ്റെ തിരുവനന്തപുരം ശൈലിയിൽ സ്വയം ചോദിച്ചു. "ഇന്നിനി വായനക്കാർ ശ്രോതാക്കൾ എന്നൊരു വേർതിരിവില്ല. എല്ലാവർക്കും സ്പീക്കർ പാനലിലേക്ക് കടന്നു വരാം. ഇന്ന് ഇതൊരു വാർത്താവേദിയല്ല, ഒരു അനുസ്മരണ വേദിയാണ്." കൊറോണ കാലത്താണ് ക്ലബ് ഹൗസ് എന്ന സാമൂഹ്യ മാധ്യമം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസരത്തിൽ സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവരെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭയം തേടിയപ്പോൾ പരസ്പരം കാണാതെ തന്നെ എല്ലാവരുമായും സമ്പർക്കം പുലർത്താൻ ഏറെ സഹായിച്ചത് ക്ലബ് ഹൗസ് എന്ന സാമൂഹ്യ മാധ്യമമാണ്. വാർത്തകൾ അറിയാനും പാട്ടുകൾ പാടാനും നാടകത്തിലെ ശബ്ദാവിഷ്കാരവും നിരവധി ചർച്ചകളുമൊക്കെയായി ലോകത്ത് പലയിടങ്ങളിലായി കിടക്കുന്നവരെ ഒന്നിച്ചു കൊണ്ടുവരുവാനും ഈ മാധ്യമം ഒട്ടേറെ സഹായിച്ചു. ഏകദേശം 25 വർഷത്തോളമായി തുടർന്നു വരുന്ന ഒരു സായാഹ്ന പത്രമായ സ്വരാജ് ട്രൂത്ത് ന്യൂസ് അവരുടെ ക്ലബ് ഹൗസ് റൂമിൽ ദിവസവും രാവിലെ കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം വാർത്തകൾ കണ്ടെത്തി അവതരിപ്പിക്കുക വഴി ഒരേ സമയം ആയിരക്കണക്കിന് പേർക്ക് വിവരങ്ങൾ കൈമാറാൻ ഒരു നിമിത്തമായി. കൊറോണക്കാലം പോയിട്ടും 500-ലധികം ശ്രോതാക്കളുമായി ഇന്ന് നിലനിൽക്കുന്ന ഏക വാർത്താവായന റൂം സ്വരാജ് ട്രൂത്ത് ന്യൂസ് തന്നെയാണ്.
1700-ലധികം ദിനങ്ങൾ പിന്നിട്ട ഈ റൂമിൽ വായനക്കാരായും ശ്രോതാക്കളായും ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ കൂടിച്ചേരുന്നു. വളരെ ശക്തമായൊരു സൗഹൃദ കൂട്ടായ്മ ഇതുവഴി രൂപപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാറുള്ള STN റൂമിലെ പ്രധാന വായനക്കാരിയുമായ മീര എസ് മാധവാണ് മരണപ്പെട്ടിരിക്കുന്നത്. എഴുത്തുകാരിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തൻ്റെ മനോഹരമായ ശബ്ദം കൊണ്ട് സാന്നിധ്യം അറിയിക്കുകയും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുക വഴി ധാരാളം പേരുടെ സൗഹൃദ ലിസ്റ്റിലെ ഒരു പേരാണ് മീര എസ് മാധവ് എന്നത്. ശ്രോതാക്കളിൽ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ സ്പീക്കേഴ്സ് പാനലിലെത്തി. ഈ വാർത്ത തങ്ങളെ ഞെട്ടിപ്പിച്ചു, അവിശ്വസനീയം, എന്തുപറ്റി മീരയ്ക്ക് എന്നെല്ലാം പറഞ്ഞ് ധാരാളം പേരുടെ ആദരാഞ്ജലി സന്ദേശങ്ങളും ചാറ്റ് ബോക്സിൽ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാവിലെ വരെ നല്ല രീതിയിൽ വാർത്തകൾ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക മീര എസ് മാധവ് ഇന്നലെ വൈകിട്ട് വരെ രേഖാജിയോട് കൂളായി സംസാരിച്ച അവർ പെട്ടെന്നിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ മാത്രം എന്തായിരിക്കും അവരെ പ്രേരിപ്പിച്ചത്? അവരുമായി നല്ല സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ തങ്ങൾക്കറിയാവുന്ന വിവരം കൈമാറാനും ഈ അനുസ്മരണ സമയം വിനിയോഗിക്കണമെന്ന് അറിയിച്ചുകൊണ്ടും ഇനിയുള്ള ചർച്ചകൾക്കായി സ്വരാജ് ട്രൂത്ത് ന്യൂസിൻ്റെ ഫൗണ്ടർ മോഡറേറ്ററായ ബിനോയ് സാറിനെ ക്ഷണിച്ചുകൊണ്ട് മൈക്ക് അദ്ദേഹത്തിന് കൈമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിയ അൻവർ തൻ്റെ മൈക്ക് ഓഫാക്കി. സത്യത്തിൽ ബിനോയ് സാറിനും എന്താണ് ഇനി പറയേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. അത്രയ്ക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് ആണല്ലോ വിനോദ് പേരാമ്പ്ര വെളിപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ ശ്രോതാവായി 2 കൊല്ലം നിൽക്കുകയും സ്വരാജ് ട്രൂത്ത് ന്യൂസിൻ്റെ 700-ാം ദിനത്തിലെ വായനാ മത്സരത്തിൽ വിജയിച്ച് നമ്മോടൊപ്പം വായനക്കാരിയായി വന്ന് 3 വർഷത്തിലധികം മാധ്യമം ദിനപത്രത്തിലെ വാർത്തകൾ നമുക്കായി പങ്കുവച്ച നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട മീരയുടെ മരണവാർത്ത നിങ്ങളെപ്പോലെ തന്നെ എന്നെയും ഞെട്ടിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമാണ്. അതിൻ്റെ കാരണം എന്തുതന്നെയാണെങ്കിലും അവർ നമ്മെ വിട്ടുപോയി എന്നത് സത്യമാണ്. കൂടുതൽ സംസാരിക്കാനായി ഞാൻ സഖാവ് ഇക്ബാൽ പൊഴുതനയെ ക്ഷണിക്കുന്നു. ദേശാഭിമാനി പത്രത്തിലെ വാർത്തകൾ അതിൻ്റെ പ്രാധാന്യത്തോടെയും ഭരണകക്ഷിയെ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ വാർത്തകൾക്ക് ചുട്ട മറുപടി കൊടുക്കുന്ന വാർത്തകൾ അതിൻ്റെ ഗാംഭീര്യത്തോടെയും ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറക്കി പരിചയമുള്ള ഇക്ബാൽ സഖാവും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അല്പനേരം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ സംയമനത്തോടെ സംസാരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കേട്ട വാർത്ത ഒരു വ്യാജ വാർത്ത ആവണേ എന്നായിരുന്നു ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. എന്നാൽ ബിനോയ് സാർ കൂടി അത് ശരിവെച്ചതോടെ ഇനി അവിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന സത്യം ഞാനും അംഗീകരിക്കുന്നു. കേവലം 3 വർഷത്തെ പരിചയം മീരയുമായിട്ടുണ്ട് എങ്കിലും അധികം പേഴ്സണൽ സംഭാഷണങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഇവിടെ ഈ റൂമിൽ എത്തുമ്പോഴുള്ള നുറുങ്ങു വർത്തമാനങ്ങളിലൂടെയാണ് ഞാൻ അവരെ അറിയുന്നത്. സംസാരിക്കാൻ തന്നെ എനിക്ക് കഴിയുന്നില്ല. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. പിന്നീട് പലരും മൈക്ക് അൺമ്യൂട്ടാക്കി തങ്ങൾക്ക് മീരയുമായുള്ള സൗഹൃദം പറഞ്ഞും മീരയുടെ മരണത്തിൽ തങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തിയും അനുസ്മരണ ചടങ്ങ് നീണ്ടുപോയി. അപ്പോഴും സ്പീക്കർ പാനലിൽ എത്താതെ ധാരാളം ആളുകൾ ശ്രോതാക്കളായി താഴെ ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു മീരയുടെ ആത്മാർത്ഥ സുഹൃത്തും ചെറുപ്പം മുതലുള്ള കൂട്ടുകാരിയുമായ മേഘ്ന ശ്രീരാജ്. എല്ലാം കേട്ടുകൊണ്ട് അവൾ മീരയുടെ വീട്ടിൽ ഡെഡ് ബോഡിയെ കാത്ത് ആകെ തകർന്നിരിക്കുകയാണ്. എന്നും ഈ നേരത്ത് മീരയുടെ വാർത്ത കേൾക്കാനായി റൂമിൽ കയറാറുള്ള ഓർമ്മയിൽ ഇന്നും കയറിയിരുന്നതാണ് STNൻ്റെ റൂമിൽ. സ്പീക്കർ പാനലിൽ സംസാരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും മേഘ്ന ശ്രീരാജ് ഒന്നും പറഞ്ഞില്ല. അവൾ ഫോൺ ബാഗിൽ വെച്ച് ഇയർബഡ് വഴി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ വായിക്കപ്പെട്ട ഓരോ വാക്കും പറഞ്ഞ ഓരോരുത്തരുടെ ഓർമ്മകളിലുമെല്ലാം മീരയെ അവൾക്ക് കൂടുതൽ അടുത്തേക്ക് കൊണ്ടുവരുന്ന പോലെ തോന്നി. ഇതുവരെ അവൾ കരഞ്ഞില്ല. കരയാൻ പോലും അവളുടെ മനസ്സ് തയ്യാറായിരുന്നില്ല. ബിനോയ് സാർ പറഞ്ഞു, മേഘ്ന ശ്രീരാജ് ഇവിടെ ഉണ്ടെങ്കിൽ മീരയെ ഏറ്റവും അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിൽ നിങ്ങൾക്ക് 2 വാക്ക് പറയാമെങ്കിൽ. ആ വാക്കുകൾ കേട്ടപ്പോൾ മേഘ്നയുടെ കൈകൾ അല്പം വിറച്ചു. അവൾ പതുക്കെ എഴുന്നേറ്റ് ആ വീട്ടിലെ ഒരു മൂലയിലേക്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മാറി നിന്നു. ബിനോയ് സാറിൻ്റെ ഇൻവൈറ്റ് സ്വീകരിച്ച് സ്പീക്കർ പാനലിൽ കയറി ഫോണിലെ മൈക്ക് ഓൺ ചെയ്തു. കുറച്ചു നിമിഷം പൂർണ്ണ നിശബ്ദത. പിന്നെ അവളുടെ നേർത്ത ശബ്ദം പുറത്തു വന്നു, വളരെ പതുക്കെ എന്നാൽ വ്യക്തമായി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്ന മീര നിങ്ങൾക്കൊരു വായനക്കാരി, ഒരു ശബ്ദം, ഒരു സുഹൃത്തായിരുന്നുവെങ്കിൽ എനിക്ക് അവൾ എൻ്റെ ബാല്യമായിരുന്നു. എത്രയോ കാലമായി മനസ്സുകൾ പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ഒരാളായിരുന്നു. റൂമിൽ ഒരാൾ പോലും അപ്പോൾ ഇടപെട്ടില്ല. പരിപൂർണ നിശബ്ദത.
ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മീരയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഹോസ്പിറ്റലിൽ നിന്നും അവളുടെ ജീവനറ്റ ശരീരം എത്തുന്നതും കാത്തിരിക്കുകയാണ് ഞാനും. മേഘ്നയുടെ ശബ്ദം ഒന്ന് തളർന്നു. എങ്കിലും അവൾ തുടർന്നു. ഇന്നലെ രാത്രി അവൾ എന്നോട് പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കാറുണ്ട്, പക്ഷെ ചിലപ്പോൾ എൻ്റെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ ആരുമില്ലെന്ന് തോന്നുമെന്ന്. അത് ഞാനൊരു സാധാരണ വിഷമവാക്കായേ എടുത്തുള്ളൂ. ഇന്ന് ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു. അവർ ദീർഘമായിട്ടൊന്ന് ശ്വാസം വിട്ടു. മീരയെ നമ്മളൊക്കെയും സ്നേഹിച്ചു. പക്ഷേ ഒരുപാട് സ്നേഹിക്കപ്പെട്ടവർക്കും ഒറ്റപ്പെടൽ സംഭവിക്കാമെന്ന് അവളുടെ ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. മെനോപോസ് അഥവാ ആർത്തവ വിരാമം എന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നം അവളെയും അലട്ടിയിരുന്നു. ജീവിതത്തിൽ തനിക്ക് അനുഭവപ്പെടുന്ന വിരക്തി, അത് തൻ്റെ നല്ല പാതി മനസ്സിലാക്കാത്തതും അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു വിള്ളൽ വരുത്തി. ഏകമകൻ പഠനവുമായി അല്പം വിട്ടുനിന്നത് കൂടിയായപ്പോൾ വീട്ടിൽ മീരയുടെ ഏകാന്തതയ്ക്ക് ആഴം കൂടി. ഇത്രയും ധൈര്യവതിയായ അവൾ ഈയൊരവസ്ഥയെയും ധൈര്യസമേതം നേരിടുമെന്നാണ് ഞാൻ കരുതിയത്. എന്നോടെപ്പോഴും ഒറ്റപ്പെടുന്നു എന്ന് ഒരു പരാതി പറയുമായിരുന്നു. ആസക്തിക്കും വിരക്തിക്കുമിടയിലെ ആസ്വാദ്യ നിമിഷങ്ങളുടെ ചേർത്തുവയ്പ്പുകളാണ് സംതൃപ്ത ജീവിതമെന്നും ആ നല്ല കാലം ഇനി തനിക്ക് തിരിച്ചു കിട്ടില്ല എന്നും അവൾ അന്ധമായി വിശ്വസിച്ചു. മേഘ്ന ഒന്ന് നിർത്തി. ഭർത്താവിനൊപ്പം ഒന്നിച്ചൊരു റൂമിൽ കിടക്കാൻ പോലും ഇപ്പോൾ തൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് മനഃപൂർവ്വം അവൾ പബ്ലിക്കിൻ്റെ മുന്നിൽ പറഞ്ഞില്ല. അയാളിലെ വികാരങ്ങളുടെ ആസക്തി അപ്പോഴും കെട്ടടങ്ങിയിരുന്നില്ല. പക്ഷേ അവൾക്ക് വിരക്തി തുടങ്ങുകയും ചെയ്തിരുന്ന ഒരു പ്രത്യേക അവസ്ഥ മേഘ്ന മനസ്സിലോർത്തു. ഇത്തരം അവസ്ഥകൾ തരണം ചെയ്യാൻ ഒരു കൗൺസിലിങ്ങിന് വിധേയമാകാനും അതിനായി ഒപ്പം ഞാനും വരാമെന്നും ഒരിക്കൽ പറഞ്ഞപ്പോൾ അവൾ വെറുതെ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. ഇത്തരം ക്ലാസുകൾ അവൾ തന്നെ എത്രയോ പ്രാവശ്യം മറ്റുള്ളവർക്ക് എടുത്തു കൊടുത്തതാണ് എന്ന് ഓർത്താവണം. ഒരു മനുഷ്യൻ തീർത്തും ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാൽ ആ അവസ്ഥയിൽ നിന്ന് അവരെ തരണം ചെയ്യിക്കുന്നതിൽ ഉറ്റ സുഹൃത്തുക്കൾ പോലും പരാജയപ്പെട്ടാൽ ആ കുറ്റബോധം എന്നിൽ നല്ലോണമുണ്ട്. ഒന്നുകൂടി ഞാൻ അവളെ ചേർത്തു പിടിക്കേണ്ടതായിരുന്നു. എങ്കിൽ എൻ്റെ മീര ഇപ്പോഴും എന്നോടൊപ്പം അല്ല, നമ്മളോടൊപ്പം. തന്നിൽ നിന്ന് മേങ്ങലടി ഉയരുന്നത് അറിഞ്ഞ മാത്രയിൽ അവൾ തന്നെ മൈക്ക് ഓഫ് ചെയ്തു. ആ നിമിഷം സ്വരാജ് ട്രൂത്ത് ന്യൂസ് റൂമിൽ വായനക്കാരും ശ്രോതാക്കളും എന്ന വേർതിരിവില്ലാതായി. അവിടെ ഉണ്ടായിരുന്നത് വേദന പങ്കിടുന്ന മനുഷ്യർ മാത്രമായിരുന്നു. ആരും ഒന്നും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞ് രേഖാജി മൈക്ക് ഓൺ ചെയ്തു. വളരെ നേർത്ത ശബ്ദത്തിൽ അവർ പറഞ്ഞു, വിഷമിക്കാതെ മോളെ, ആർക്കും ആരുടെയും ഉള്ള പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ഇനിയുള്ള ജീവിതയാത്രയിൽ ഇതൊരു അനുഭവമായി എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ ഒറ്റപ്പെടലുകളിൽ അവർക്ക് ആശ്വാസമാവാൻ നമുക്ക് ശ്രമിക്കാം. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മനസ്സ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയൂ. മെനോപോസ് ഒരു അസുഖമല്ല, ഒരു ജീവിതാവസ്ഥയാണ്. ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ അത്തരം മാനസികാവസ്ഥയിൽ നിന്ന് കരകയറും എന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അതിനു മുമ്പ് തന്നെ രേഖാജിയുടെ ശബ്ദവും അല്പം നേർത്തുപോയിരുന്നു. ഇനി ആർക്കും ഒന്നും പറയാനില്ല എന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം നമുക്ക് റൂം അവസാനിപ്പിക്കാം. മീരയുടെ വീട്ടിലേക്ക് പോകാൻ കുറച്ചുപേർ തയ്യാറാവുന്നുണ്ട്. കഴിയുന്നവരൊക്കെ മീരയെ അവസാനമായി കാണാൻ എത്തുമല്ലോ. രേഖാജി അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു. റൂമിൽ നിന്നും ഓരോരുത്തരായി ലീവ് ചെയ്തു തുടങ്ങി. പക്ഷേ അപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ മീര എസ് മാധവിൻ്റെ ശബ്ദം പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ഓർമ്മകളിലൂടെ അവിടെ കൂടിയ ഓരോരുത്തരും മീരയെ വീണ്ടും അനുസ്മരിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ, സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടവരെ, അവർ ആരൊക്കെയെന്ന് തങ്ങളുടെ സൗഹൃദ വലയത്തിലെ ലിസ്റ്റിൽ ഏവരും ഒരു തിരച്ചിൽ നടത്താൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ആസക്തിക്കും വിരക്തിക്കും ഇടയിൽ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. രചന അവതരണം റംല എം ഇക്ബാൽ. നന്ദി.